ഹായ് ഹലോ ഇറ്റ്സ് മീ ഐശ്വര്യ മൈൻഡ് സൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരായിരിക്കും. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഭൂരിഭാഗം വരുന്നത് ഈ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു അവകാശം കൂടിയാണ് ഈ കടം വാങ്ങുക എന്ന് പറയുന്നത്. മിക്കവരും എന്താണ് അവരുടെ ആവശ്യങ്ങളെല്ലാം ഈ നിറവേറ്റി പോകുന്നത് കടം വാങ്ങലിലൂടെ തന്നെയായിരിക്കും. ഇങ്ങനെ കടം വാങ്ങാതെ അല്ലെങ്കിൽ കടമില്ലാത്ത ഒരു വ്യക്തിയെ കാണുക എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഏതൊരു വ്യക്തിക്കും ചെറുതും വലുതുമായിട്ടുള്ള ഒരു കടം ഉണ്ടാകും. ഒരു ലോണായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അടവായിട്ടോ അവർക്ക് എന്താണ് അവരുടെ ആ ഒരു നിത്യജീവിതത്തിൽ കടം അടയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യം എപ്പോഴും ഉള്ളൊരു കാര്യമായിരിക്കും. ഈ കടത്തിൽ തന്നെ നമുക്ക് രണ്ട് വിഭാഗമുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നതാണ് നല്ല കടം എന്ന് പറയുന്നതും മറ്റൊന്നാണ് ചീത്ത കടം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അങ്ങനെ കടങ്ങളുണ്ടോ, നല്ലതെന്നും ചീത്തയെന്നും ഉണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കടം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രണ്ട് തരത്തിലുള്ള കടങ്ങളും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു കടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല എന്നുള്ളത്. ഏതൊരു വലിയ ബിസിനസ്സുകാരനെ എടുത്താൽ പോലും എന്താണ് അവർക്കും ഉണ്ടാകും ഈ പറയുന്ന ചെറിയൊരു കടം, ചെറിയൊരു ബാധ്യത എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ബിസിനസ്സുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ എടുക്കുന്ന ഈ കടം ഒരിക്കലും എന്താണ് അവരുടെ ലൈഫിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവഴിക്കാറില്ല. എന്ന് വെച്ചാൽ ഒരു ടൂർ പോകുന്നതിനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നും ആയിരിക്കില്ല ആ കടം എടുക്കുന്ന ഒരു ക്യാഷ് അവർ ഉപയോഗിക്കുന്നുണ്ടാവുക. മറിച്ച് എന്തായിരിക്കും അവരുടെ ആ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് തന്നെ ഇൻകം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും അവർ പലതരത്തിലുള്ള ലോണുകളും മറ്റു കടങ്ങളും എല്ലാം മേടിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം, ഒരു നല്ല കടമായിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ലോൺ എടുത്തു. ആ ഒരു ലോൺ എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കാര്യം ചെയ്തു. അത് എന്ത് തന്നെ ആവാം. ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിഷനോ മറ്റു സംഭവങ്ങളോ വാങ്ങിച്ചിട്ട് അതിലൂടെ എനിക്കൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായി പറയാൻ സാധിക്കും, ഒരു നല്ല കടം എന്ന് പറയാൻ സാധിക്കും. ഇത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ്. കാരണം അവിടെ നമുക്ക് എന്താണ് ഒരു ബെനിഫിറ്റാണ്, നമുക്കവിടെ ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ചീത്ത കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അതിലേക്ക് ഇറക്കാനുള്ള ഒരു ക്യാഷ് എൻ്റെ കയ്യിലില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മൊബൈൽ ഷോപ്പിൽ പോവുകയും ഒരു മൊബൈൽ വാങ്ങുകയും EMI വഴി തന്നെ അത് അടച്ചു തീർക്കാനുള്ള ഒരു രീതിയിലേക്കായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഈ ഒരു കടം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു ചീത്ത കടമായിരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു EMI അടയ്ക്കാൻ വേണ്ടി പിന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു നെട്ടോട്ട് ഓടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഇത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണ് ചീത്ത കടം തന്നെയാണ്. ഇത്തരത്തിൽ കടങ്ങൾ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഇങ്ങനെ നമുക്ക് മുന്നിലുണ്ടാകുന്ന ഒരു കടത്തെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയെല്ലാം ഏതെല്ലാം വഴിയിലൂടെ നമുക്കതിനെ പെട്ടെന്ന് അടച്ചു തീർക്കാം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം മേക്ക് എ ലിസ്റ്റ് ഓഫ് ഡെബിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നിലുള്ള ആ കടത്തെക്കുറിച്ച് ആ ഒരു ബാധ്യതയെക്കുറിച്ച് നമ്മൾ ലിസ്റ്റ് ചെയ്യുക. അതിൽ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടാകണം. എന്ന് വെച്ചാൽ അതിൽ പെടേണ്ട ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ എത്ര എമൗണ്ടാണ് ബാലൻസ് ആയിട്ട് നിൽക്കുന്ന എത്ര എമൗണ്ടാണ് നമുക്ക് അടച്ചു തീർക്കാനുള്ളത് എന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിന് വരുന്ന ഇൻട്രസ്റ്റ് എത്രയാണ് അവർ ചാർജ് ചെയ്യുന്നത്, അതിന് വരുന്ന ആ ഒരു തുകയ്ക്ക് പലിശ എത്രയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ മൂന്നാമതായി നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് മന്ത്ലി നമ്മൾ എത്രയാണ് ആ ഒരു കടത്തിന് വേണ്ടി പേ ചെയ്യുന്നത്, ഇതും അതിൽ ഇൻക്ലൂഡ് ചെയ്യുക. നാലാമതായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ആരിൽ നിന്നാണ് നമ്മൾ ആ ഒരു കടം വാങ്ങിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാകണം ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് നമുക്ക് ആ ഒരു കടത്തെക്കുറിച്ച് തന്നെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കടത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു ധാരണയുണ്ടാകും. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് പെട്ടെന്ന് തീർക്കണോ അല്ലെങ്കിൽ സമയമെടുത്ത് തീർക്കണോ എന്നതിനെക്കുറിച്ചൊക്കെ എന്താണ് ഒരു വ്യക്തമായിട്ടുള്ള ഒരു ധാരണയെ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലൊരു ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. രണ്ടാമതായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ചിന്തിക്കുക. നമുക്കറിയാം ഏതൊരു കടം വാങ്ങുന്ന ഒരു സമയത്തും നമുക്ക് ആകെ വരുന്ന അല്ലെങ്കിൽ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ടെൻഷനാണ് ഇനി അതിനെത്ര പലിശ അടയ്ക്കേണ്ടി വരും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കടം ആരിൽ നിന്നാണെങ്കിലും ശരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പലിശയ്ക്ക് വല്ല കുറവും വല്ല കിഴിവും നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമുക്ക് കിട്ടാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇത്തരത്തിൽ വാങ്ങുന്ന ആ ഒരു ക്യാഷിന്റെ ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ടാമതായി ശ്രമിക്കുക. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൺട്രോൾ സ്പെൻഡിങ് ഹാബിറ്റ്. എന്ന് വെച്ചാൽ ചിലവഴിക്കുന്ന ഒരു ശീലം അത് ഒരുപാടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ശീലത്തെ എന്താണ് നമ്മൾ ബോധപൂർവം തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ എന്നും നമുക്ക് മുന്നിലുള്ള കടങ്ങൾ എന്നും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് വരുമാനം
വരുമാനത്തേക്കാൾ കൂടുതലാണ് ചിലവെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾ എത്ര സമ്പാദിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മുടെ വരുമാനം അനുസരിച്ച് തന്നെ നമുക്ക് മുന്നിലുള്ള ചിലവ് കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് മുന്നിലുള്ള കടം എന്നും അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടാകും. ഇത്തരത്തിൽ ഒരുപാട് ചെലവഴിക്കുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ, വരുമാനം അറിയാതെ ചെലവഴിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ആ ഒരു ശീലത്തെ ബോധപൂർവ്വം തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പൊതുവേ പറയാറുണ്ട്, കൈ അറിയാതെ ചെലവഴിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ 10 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 15ന്റെ ചിലവ് വന്നിട്ട് നമുക്ക് എന്തായിരിക്കും, അതൊരു ബാധ്യതയാണ് നമുക്കവിടെ. അപ്പോൾ ഈ ഒരു ശീലം നമ്മൾ മാറ്റിയെടുക്കുക. നമ്മുടെ വരവ് എത്രയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ചെലവഴിക്കാനുള്ള ഒരു ശീലം നമ്മളിൽ വളർത്തിയെടുക്കുക. ഇങ്ങനെ കടം ഉള്ളപ്പോൾ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ചെലവിലെല്ലാം മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന ഈ ഒരു ഹാബിറ്റിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. 4മതായി ചെയ്യേണ്ട ഒരു കാര്യമാണ് കടം തീർക്കാനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മളൊരു കടം വാങ്ങിയിട്ടുണ്ട്, അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സ്ട്രാറ്റജി ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് സ്നോബോൾ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്ന് വെച്ചാൽ എനിക്ക് മുന്നിൽ ഇപ്പോൾ ഒരു 4 കടങ്ങളുണ്ട്. അത് ഓരോന്നും ഓരോ ചെറുതിൽ നിന്ന് വലിയ എമൗണ്ടിലേക്കുള്ള കടങ്ങളായിരിക്കും. അത്തരത്തിലൊരു 4 കടങ്ങൾ എൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് ഞാൻ ആദ്യം തീർക്കേണ്ട ഒരു കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും ആ 4 സംഖ്യയിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്, എനിക്ക് അടച്ചു തീർക്കാനുള്ള ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്, അതായിരിക്കണം ഞാനിവിടെ അടച്ചു തീർക്കേണ്ടത്. ഇങ്ങനെ ഈ ഒരു എമൗണ്ട് ഞാൻ അടച്ചു തീർക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, കുറച്ച് പൈസ കൂടി, കുറച്ച് ക്യാഷ് കൂടി ഞാൻ അതിൽ നിന്ന് മിച്ചം വയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്കൊരു 500 രൂപയാണ് മാസം അടയ്ക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ ആ 500 രൂപയോട് കൂടെ തന്നെ ഒരു 200 രൂപ കൂടി ഞാൻ അതിൽ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ്, ആ ഒരു മിച്ചം വരുന്ന പൈസ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. ബാക്കി ഈ 500 രൂപ നമ്മളിങ്ങനെ അടച്ചുകൊണ്ടേയിരിക്കും. പതിയെ എന്തായിരിക്കും, ആ ഒരു ചെറിയ കടം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് അടച്ചു തീർക്കാനും ബാക്കി നമ്മൾ മിച്ചം വന്നിട്ടുള്ള ആ ഒരു പൈസ, 4മത്തെ ഒരു കടമാണ് ഞാൻ തീർത്തുകൊണ്ടിരിക്കുന്നത്, അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യേണ്ടത് 3മത്തെ കടത്തിലേക്കായിരിക്കണം. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സംഖ്യ ആയിരിക്കണം പിന്നെ ഞാൻ അടച്ചു തീർക്കേണ്ടത്. അപ്പോൾ ആ ഒരു സംഖ്യ ആ ഒരു 3മത്തെ കടം ഞാൻ അടച്ചു തീർക്കുന്ന ഒരു സമയത്ത് എനിക്ക് ഈ മിച്ചം വന്നിട്ടുള്ള പൈസ കൂടി ഉണ്ടാവും. അതുകൂടി കൂട്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക, മറ്റു കടങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ അടച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതാണ് ആദ്യത്തെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്ര രൂപയാണോ കൃത്യമായിട്ട് അടയ്ക്കേണ്ടത് ആ ഒരു ക്യാഷിനോടൊപ്പം തന്നെ ഒരല്പം കൂടി നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ആ ഉണ്ടാക്കിയെടുത്ത പൈസ കൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മുകളിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു കടം കൂടി നമ്മൾ അടച്ചു തീർക്കാൻ ശ്രമിക്കാം. ഇതാണ് സ്നോബോൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. 2മത്തെ ഒരു സ്ട്രാറ്റജിയാണ് അവലാൻഷ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ നേരത്തെ പറഞ്ഞത് ആ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച്, ആദ്യം പറഞ്ഞ സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ ഏറ്റവും കുറഞ്ഞ തുകയാണ് അടച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സ്ട്രാറ്റജിയിൽ എങ്ങനെയായിരിക്കണം, ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്നത് ഏത് കടത്തിലാണ്, ആ ഒരു കടമായിരിക്കണം നമ്മൾ ആദ്യം അടച്ചു തീർക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ കടം വാങ്ങുന്ന ആ ഒരു തുകയേക്കാളും നമുക്ക് എപ്പോഴും ടെൻഷൻ എന്ന് പറയുന്നത് അതിൽ നമ്മൾ അടച്ചു തീർക്കേണ്ട ആ ഒരു പലിശയെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്ര വലിയ കടമാണെങ്കിലും അതിന് ഏത് തുകയ്ക്കാണ് ഏറ്റവും കൂടുതൽ പലിശ വരുന്നത് ആ ഒരു കാര്യമായിരിക്കണം നമ്മൾ ഇവിടെ അടച്ചു തീർക്കേണ്ടത്. ഇതാണ് 2മത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ ഈ ഒരു 2 സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മുന്നിലുള്ള ഒരു കടത്തെ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്ത് നമുക്ക് പോരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നിലുള്ള ചെറുതായാലും ശരി വലുതായാലും ശരി ഏത് തരത്തിലുള്ള കടങ്ങളായാലും ശരി അത് വീട്ടുന്ന ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലൂടെ ആയിരിക്കണം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, നമുക്ക് മുന്നിലുള്ള ഈ പറയുന്ന കടങ്ങളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ അതെല്ലാം അടച്ചു തീർത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കും. ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ തന്നെ പല കാര്യങ്ങളും നമുക്ക് അവിടെ ചെയ്തു തീർക്കാനായി സാധിക്കും. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു 4 രീതിയിലൂടെ തന്നെ നിങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു സാമ്പത്തിക പ്രശ്നത്തെ നിങ്ങൾക്ക് നേരിടാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.